ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ദമ്പതികളുടെ ഇടയിലേക്ക് കുട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരികയാണ്. കൺസെപ്റ്റ് അല്ല, അവർക്ക് കുട്ടി ജനിക്കാൻ പോവുകയാണ്. അവർ 12 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ട് അതിനുശേഷം അവരിലേക്ക് ഒരു കുട്ടി വരികയാണ്. അതുകൊണ്ട് അതിൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. അപ്പോൾ ഒരു 6 മാസത്തോളമായിട്ട് അതിൻ്റെ സന്തോഷവും അനുഭവിക്കുന്നു. അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിലുള്ള സന്തോഷം അവർ അനുഭവിച്ചു. അതുവരെ അവർ അനുഭവിക്കാത്ത രീതിയിലുള്ള ഹാപ്പിനെസ് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു 12 വർഷമായിട്ട് അവരത് അനുഭവിച്ചിട്ടില്ല. എന്താണ് ആ ഫീൽ എന്താണെന്നുള്ളത്. കാരണം അവരുടെ ഇടയിലേക്ക് പുതിയൊരു അതിഥി വരികയാണ്. അവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു ബേബി കടന്നു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തലേദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ അവർ ഉറങ്ങി ഹാപ്പി ആയിട്ട് പോകുന്ന ആ ഒരു ദിനങ്ങളായിരുന്നു. അപ്പോൾ തലേദിവസം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം എല്ലാ ദിവസത്തെ പോലെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണരുകയാണ്. ആ ഉണരുമ്പോൾ എല്ലാം നോർമലായിരുന്നു. എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ചായക്ക് കുടിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. എന്നാൽ ആ ഭാര്യയ്ക്ക് ചെറിയൊരു അസ്വസ്ഥതകൾ വരുന്ന തലകറക്കം പോലെയോ ഒരു ഉഷാറില്ലായ്മയൊക്കെ തോന്നുന്നു. അത് ശരിയായിക്കോളും, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ കുറച്ച് സമയം അങ്ങനെ കടന്നു പോകുന്നു. പക്ഷേ പോകെ പോകെ കുറേ സമയം കഴിയുന്തോറും ഭാര്യയ്ക്ക് വളരെയധികം ക്ഷീണം അനുഭവമാണ്. തീരെ തലകറക്കം കൂടുതലാവുന്നു. തല പൊന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മളതുവരെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ സന്തോഷം നമ്മുടെ മുന്നിൽ മനസ്സിലേക്ക് നിൽക്കുകയാണ്. കാരണം ഇത് പ്രശ്നമൊന്നുമില്ല, നോർമലാണ്, എല്ലാം നോർമലായിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുവരെ. അപ്പോൾ നമുക്കിപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. ശരി, കുറച്ച് കഴിയോടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇളനീര് വെള്ളമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞു ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സുഖമാവുന്നില്ല, ഒരു നോർമലിലേക്ക് വരുന്നില്ല. ശരി, എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് നോക്കാം, ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പ്രഷർ കുറവോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും മാത്രമാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരുന്നു, കാഷ്വാലിറ്റിയിൽ കാണിക്കുന്നു. അവർ പ്രഷറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ടെന്ന് പറയുന്നു. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ പ്രഷർ വളരെയധികം കുറവാണെന്ന് അറിയുന്നു. ഇതെല്ലാതും അപ്പോൾ വളരെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡോക്ടറിനെ അവർ കൺസൾട്ട് ചെയ്യുന്നു കാഷ്വാലിറ്റിയിൽ നിന്ന്. പിന്നെ വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് തന്നെ സീരിയസ് ആയി മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന നമ്മൾ ചിന്തിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു സ്റ്റേജ് മാറുകയാണ് പിന്നീട്. കാരണം ആ സമയത്ത് തന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കുന്നു. സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പുറത്തു വന്ന് പറയുന്നു വളരെ സീരിയസ് ആണ്. യൂട്രസിനകത്ത് ചെറിയൊരു ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അത് യൂട്രസിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡിങ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓപ്പൺ സർജറി ചെയ്തിട്ട് മാത്രമാണ് ആ ബ്ലീഡിങ് നിർത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ അവർ അതുവരെ 10-12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു ബേബിയെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഇത് കേൾക്കുന്നത്. പക്ഷെ ഭാര്യ അബ്നോർമലാണ്, ആളെ നോർമൽ അല്ല, ആൾക്കതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ അവിടെ നിന്നിട്ട് മാറാണ്, ഈ സിറ്റുവേഷൻ മൊത്തം മാറാണ്. ഓപ്പൺ സർജറി ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇങ്ങനെ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ കുട്ടികളെ നമുക്ക് കിട്ടുമോ? എന്താണ് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കോൺസിക്വൻസ് ഒക്കെ വളരെ കൂടുതലല്ലേ? അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവനാണ് നമ്മളിപ്പോൾ മുഖ്യമായിട്ട് കാണുന്നത്.
കുട്ടികളുടെ കാര്യമല്ല. കാരണം ജീവൻ തന്നെ വളരെയധികം അപകടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഇന്റേണൽ ബ്ലീഡിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുട്ടികളുടെ ജീവനേക്കാൾ ഉപരി ഈ സ്ത്രീയുടെ ഭാര്യയുടെ ജീവനാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ സർജറിയിലേക്ക് പോകുന്നു. ഓപ്പൺ സർജറി ചെയ്ത് നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടുന്നു. പക്ഷെ എന്നാലും ഭാര്യ അബ്നോർമലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. അതിനുശേഷം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബേബീസിനെ അവരെടുത്ത് 2 ബേബീസിനെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു ഇമോഷണലി വളരെയധികം തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും അത് ഹാൻഡിൽ ചെയ്യുന്നു. കാരണം ഭാര്യനെയും ജീവനോട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നു. ആ ബേബീസിനെ ഒരു ഫ്യൂണറൽ ചെയ്യുന്നു. ആ സമയം തന്നെ ഇത്രയും സമയത്തൊക്കെ ആ ഒരു ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷണൽ സീനാണ് ശരിക്കും. അത് കഴിയുന്നു. ഒരു 10-15 ദിവസത്തോളം ഹോസ്പിറ്റലൈസേഷൻ ആവുന്നു. ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്നു അതിൻ്റെ ഇടയിൽ. കാരണം ഈ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ജീവൻ തിരിച്ചു കിട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജീവൻ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു എന്നുള്ള ആ ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. അവർ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവർ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന സ്വപ്നങ്ങൾ, അതുവരെ അവർ മാറ്റി വെച്ചിട്ടുള്ള ദിവസങ്ങൾ, അതുവരെ ആ ഒരു 6 മാസത്തിൽ 10-12 വർഷത്തെ കാത്തിരിപ്പിൻ്റെ എല്ലാ ഡെപ്ത് ഓഫ് ഫീലിങ്സ് മൊത്തം ആ ഒരു 6 മാസം കൊണ്ട് അവർ അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ആ സാധനമാണ് ഒരൊറ്റ നൈറ്റ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അതുവരെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്തിട്ടുള്ള എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഒരു 6 മാസത്തോളം കാണിച്ചിട്ടുള്ള ഡെഡിക്കേഷൻ, ഈ ഒരു ബേബീസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു തരത്തിൽ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്തിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷൻ എല്ലാതും ഒരൊറ്റ നിമിഷം കൊണ്ട് എന്താണ് റീസൺ എന്ന് പോലും അറിയാതെ, ആരാണ് ഇതിന് കാരണം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് പോലും അറിയാതെ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ആ ദമ്പതികൾ. അതിനുശേഷം ഹോസ്പിറ്റലൈസേഷൻ കഴിയുന്നു, വീട്ടിലേക്ക് വരുന്നു, നോർമൽ ലൈഫിലേക്ക് വരുന്നു. വളരെ ട്രോമ സ്റ്റേജ് ആയിരുന്നു അത്തരം ആ ഒരു ടൈമിങ് മൊത്തം. വളരെയധികം ട്രോമയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു അത്. അതിൽ നിന്നും വളരെയധികം മാനസികമായിട്ട് ഒന്ന് സ്ട്രോങ് ആവേണ്ടതുണ്ട്. നമ്മുടെ ചിന്തയിലൂടെയും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് തകർന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിട്രീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വരണം ജീവിതത്തിലേക്ക്. ഇനി നമുക്ക് എന്തൊക്കെയോ പലതും മനസ്സിലാക്കാനുണ്ട്, ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫ് എന്നുള്ള തിരിച്ചറിവ് അവിടെ നിന്നുണ്ടാവുകയാണ്. അതിനുശേഷം പല കാര്യങ്ങളിലേക്കും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ദമ്പതികൾ വളരെ കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 വ്യക്തികളാണ്. കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഡീപ്പ് കമ്മ്യൂണിക്കേഷനുള്ള പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഈ ഒരു വാല്യൂസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ 2 പേരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് അവരിൽ സംഭവിക്കുകയാണ്. അത് തുടർന്ന് അവരുടെ ജീവിതത്തിൽ മറ്റു തലത്തിലേക്ക് മാറേണ്ട, അവരുടെ ജീവിതത്തിന് വളരെയധികം ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കാണേണ്ട ഒരുപാട് മേഖലകളുണ്ടെന്നുള്ള തിരിച്ചറിവ് അവിടെ നിന്നുണ്ടാകുന്നു. മറ്റു പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു. അവിടെ നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. പല കാര്യങ്ങളും ചെയ്യാനും പഠിക്കാനും തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനാണ് അതിന് ശേഷം ഉണ്ടാകുന്നത്. പല വാല്യൂസും മനസ്സിലാവുന്നു. മാനസികമായിട്ടുള്ള അടുപ്പത്തിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തിൻ്റെയും ഒക്കെ ആവശ്യം എന്താണെന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. അതിനുശേഷം അവർ ജീവിതത്തിലേക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ജീവിതം തുടർന്നു കൊണ്ടുപോകും.